ഹലോ ഗൈസ്, ചെമ്പനീർ പൂവില് നമ്മുടെ സച്ചിയും രേവതിയും ഭയങ്കര തല്ലുപിടുത്താണ് കേട്ടോ. തലണയും കൊണ്ടിട്ട് ഭയങ്കര പൊരിഞ്ഞടിയാവും. അന്നേരം സച്ചി അങ്ങ് ഓടുന്ന നേരത്ത് രേവതി ആ തലനെ കൊണ്ട് ഒരു ഏറ് കൊടുക്കുക. അത് നേരെ ചെല്ലുന്നത് നമ്മുടെ ചന്ദ്രയുടെ ദേഹത്തേക്കായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം അങ്ങ് മാറും കേട്ടോ. എടി, എനിക്കേ തിളപ്പ് കുറച്ച് ജാസ്തിയാ, കുറച്ച് കൂടുന്നുണ്ട്. ഇത് മനഃപൂർവ്വം എൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞതല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ആകെ ഞെട്ടി വിറച്ച് നിൽക്കുക കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ അബോഷന് വേണ്ടിയിട്ടുള്ള പല പരിപാടിയും നോക്കി പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ. നേരെ പപ്പായ കൊണ്ടുപോയി ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ള പരിപാടിയാണേ. അങ്ങനെ പപ്പായ വെട്ടുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതി ചെന്നിട്ട് ജ്യൂസ് ആക്കി കൊടുക്കും. അങ്ങനെ രേവതി അവിടുന്ന് പൊക്കളയെ. വർഷയാണെങ്കിലേ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരം നമ്മുടെ ചന്ദ്ര വന്ന് ആ ജ്യൂസ് എടുത്തിട്ട് പോവും. അങ്ങനെ അത് കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷ ദേഷ്യം പിടിച്ച് ഓടി വരുന്നുണ്ട്. നിങ്ങളെ കള്ളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാനുണ്ടാക്കി വെച്ച ജ്യൂസ് നിങ്ങളെടുത്ത് കുടിച്ചു എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര എന്നെ എങ്ങാനും കള്ളിന്ന് വിളിച്ചാലുണ്ടല്ലോ, എൻ്റെ ജ്യൂസ് ഞാൻ എടുത്ത് കുടിച്ചെന്നോ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സുധിയും സച്ചിയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സുധിയും നല്ല സപ്പോർട്ടാണ് കേട്ടോ വർഷയ്ക്ക്. അമ്മ ചെയ്തത് ശരിയല്ല, അമ്മ കള്ളി തന്നെയാണ്, ജ്യൂസ് എടുത്ത് കുടിച്ചില്ലേ, ഇതിനൊരു പരിഹാരം കാണണം, അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്ന ഒരു അടിപൊളി ഭ്രമമായിരുന്നേ.